പഞ്ചാബും രാജസ്ഥാനുമാണെന്ന് നേർക്കുനേർ വന്നത്. വളരെ ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തേത്. അപ്പോൾ ഈ ഒരു കളിയെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജു ക്യാപ്റ്റനായ ആദ്യ മത്സരമായിരുന്നു ഇന്നത്തേത്. രാജസ്ഥാനാണെന്ന് ഫസ്റ്റ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. സഞ്ജുവും ജയ്സ്വാളും ഓപ്പണിംഗിൽ വന്നു. മികച്ചൊരു തുടക്കമായിരുന്നു രാജസ്ഥാന് ഇന്ന് ലഭിച്ചത്. രണ്ടുപേരും കൂടി അടിച്ചു കളിച്ചു. പവർ പ്ലേ ഓവറുകളിൽ ജയ്സ്വാളിന്റെ ഒരു വെടിക്കെട്ടാണ് നമ്മൾ ഇന്ന് കണ്ടത്. സഞ്ജു നല്ല സപ്പോർട്ടാണ് ജയ്സ്വാളിന് കൊടുത്തത്. 10ാമത്തെ ഓവറിലാണ് രാജസ്ഥാന്റെ ആദ്യ വിക്കറ്റ് പോയത്. അതുവരെ രാജസ്ഥാൻ ടീം നന്നായിട്ട് കളിച്ചു. പഞ്ചാബ് ബോളേഴ്സ് ശരിക്കും ഒന്ന് അടിപതറി. രാജസ്ഥാന്റെ ഒരു വിക്കറ്റ് കിട്ടാൻ കഷ്ടപ്പെടുന്ന പഞ്ചാബിനെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. പിന്നീട് സഞ്ജു ഔട്ടായ ശേഷം റിയാൻ പരാഗ് മികച്ച കളി പുറത്തെടുത്തു. പരാഗ് ഔട്ടാവാതെ 43 റൺസാണ് അടിച്ചുകൂട്ടിയത്. ഇന്ന് രാജസ്ഥാൻ ബാറ്റിംഗിൽ നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 205 റൺസാണ് രാജസ്ഥാൻ അടിച്ചുകൂട്ടിയത്. പഞ്ചാബ് ശരിക്കും നാണം കെട്ടു. സഞ്ജു ക്യാപ്റ്റനായപ്പോൾ രാജസ്ഥാൻ ബാറ്റിംഗിൽ നല്ല കളി പുറത്തെടുക്കുന്നുണ്ട്. പിന്നീട് പഞ്ചാബ് സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. അവർക്ക് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അവരുടെ ഓപ്പണർ ആര്യ ഫസ്റ്റ് തന്നെ ഔട്ടായി മടങ്ങി. ഡെക്കിലാണ് ആര്യ പുറത്തായത്. പിന്നീട് പ്രഭ്സിമ്രാൻ സിംഗ് പെട്ടെന്ന് ഔട്ടായി മടങ്ങി. ശേഷം വന്ന ക്യാപ്റ്റൻ ശ്രേയസിനും ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. രണ്ടുപേരും പെട്ടെന്ന് ഔട്ടായപ്പോൾ പഞ്ചാബ് ശരിക്കും ഒന്ന് അടിപതറി. ശേഷം വന്നത് സ്റ്റോയിനിസ് ആയിരുന്നു. സ്റ്റോയിനിസ് 1 റൺസ് എടുത്ത് ഔട്ടായി. പിന്നീട് പഞ്ചാബ് ടീമിനെ താങ്ങി നിർത്തിയത് വധേരയായിരുന്നു. 62 റൺസാണ് വധേര അടിച്ചുകൂട്ടിയത്. പഞ്ചാബിന്റെ നട്ടലായത് വധേരയായിരുന്നു. മാക്സ്വെൽ നല്ലൊരു സപ്പോർട്ട് വധേരയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. 30 റൺസാണ് മാക്സ്വെൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ഭാഗത്ത് മികച്ച കളി പുറത്തെടുക്കുമ്പോൾ പഞ്ചാബിന്റെ വിക്കറ്റുകൾ പെട്ടെന്ന് പോകുന്നുണ്ടായിരുന്നു. രാജസ്ഥാൻ യഥാക്രമം പഞ്ചാബിന്റെ വിക്കറ്റുകൾ നേടുന്നുണ്ടായിരുന്നു. 15 ഓവർ ആകുമ്പോഴേക്കും പഞ്ചാബിന്റെ 6 വിക്കറ്റ് പഞ്ചാബ് നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി വിലയിരുത്തിയാൽ രണ്ട് ടീമും നന്നായി കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.